അനുഗ്രഹദായകമായ ഓശാനയുടെ ഈ ശ്രേഷ്ഠമായ ദിനത്തില് ഈ ദേവാലയത്തിലായിരുന്നുകൊണ്ട് തമ്പുരാന്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അവന്റെ ഉയർപ്പിനായി നാം ഒരുങ്ങുന്ന ഈ വേളയില് നമ്മുടെ വിചിന്തനത്തിനായിട്ട് ഇന്ന് സഭ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭ സാമൂഹിക ക്ഷേമ ദിനമായി കൂടെ ആചരിക്കുകയാണെന്ന് നിങ്ങൾ ഓർപ്പിച്ചോളട്ടെ. ഇന്നത്തെ നമ്മുടെ പരിശുദ്ധമായ കുർബാനയുടെ കാണിക്കാൻ ഈ ഒരു പ്രത്യേകമായ നിയോഗത്തോടുകൂടിയാണ് നാം എടുക്കുക. ഈ ഓശാനയുടെ ദിവസം ഈ നീണ്ട ശുശ്രൂഷകൾക്ക് ശേഷം നിങ്ങൾ ക്ഷീണിതരാണെന്ന് എനിക്കറിയാം. ഉറങ്ങുവാനുള്ള സാധ്യതകൾ നല്ലതാണ്. ചൂടുണ്ട്, ഫാനുണ്ട്. അപ്പോൾ ഒരു ഉറക്കത്തിന്റെ ലാഞ്ചന ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഒരു കഥ പറയുമ്പോൾ ഉറക്കം മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കഥ പഴയ നിയമത്തിലാണ് നടക്കുക. 175 വർഷം മുമ്പ്, അതായത് ക്രിസ്തുവിന് 175 വർഷം മുമ്പ് ഗ്രീസിലാണ് ഈ സംഭവം നടക്കുക. അവിടെ അന്ത്യോക്യോസ് എപ്പിഫാനോസ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായി. ആ രാജാവ് ക്രൂരനായിരുന്നു. ക്രിസ്തു മതത്തെ അല്ലെങ്കിൽ യഹൂദ മതത്തെ പീഡിപ്പിക്കുന്നതിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചതും അതിനുവേണ്ടിയാണ് അദ്ദേഹം എത്തിച്ചതും. ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പൊതുവായ ഒരു കൽപ്പന ഇറക്കി. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നത് ഉപേക്ഷിച്ച് സിയൂസ് ദേവനെ വേണം ആരാധിക്കുവാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കൽപ്പന ഇപ്രകാരം അദ്ദേഹം ഇറക്കി. എല്ലാ യഹൂദരും ഇന്നു മുതൽ പന്നി ഭക്ഷിക്കണം. യഹൂദരെ സംബന്ധിച്ച് പന്നി മാംസം ഭക്ഷിക്കുന്നത് അവരുടെ നിയമത്തിലെ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ വർജിക്കപ്പെട്ട ഭക്ഷണം കഴിക്കണം എന്നൊരു നിർദ്ദേശം കൂടെ ഈ എപ്പിഫാനോസ് രാജാവ് കൊടുക്കുകയാണ്. ആ സമയത്ത് ക്രിസ്ത്യാനികൾ വളരെ ദുഃഖിതരായിരുന്നു. അവർക്ക് പലപ്പോഴും ഒരു സംശയമുണ്ടായി. നമ്മളെയൊക്കെ രക്ഷിക്കുമെന്ന് പറയുന്ന ഒരു യാഹ്വേ ഉണ്ട്. ആ യാഹ്വേ എവിടെ? നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു കേട്ട ഒരു ദൈവമുണ്ട്. ആ ദൈവം എവിടെ? ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ യൂദാസ് മക്കേബിയൂസ് എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠൻ ഇസ്രായേൽ സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അദ്ദേഹം ഈ രാജാവിനെ കീഴ്പ്പെടുത്തുകയും ഇസ്രായേൽ ജനത്തെ മോചിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് ആ രാജാവിന്റെ മടക്കയാത്രയിൽ ഇസ്രായേൽ ജനം പറഞ്ഞ ഒരു വാക്കാണ് ഹോസാന. ആ ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം നാഥ ഞങ്ങളെ രക്ഷിക്കണമേ. ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം നാഥ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ നിയമത്തിലെ ഒരു കഥയാണെങ്കിൽ പുതിയ നിയമത്തിലെ ആ കഥയാണ് നിങ്ങൾ ഇന്ന് രാവിലെ 7:30 മുതൽ കേട്ടുകൊണ്ടിരുന്നത്. ആ ഒരു കഥയിലെ പങ്കാളികളാവുകയായിരുന്നു നിങ്ങൾ. പുതിയ നിയമത്തിലെ യേശുവിന്റെ രാജകീയമായ പ്രവേശനം. പ്രിയപ്പെട്ടവരെ, ഈ 2 കഥകളിലും 2-3 സാമ്യമുണ്ട്, അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. ഇതിന്റെ സാമ്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. രണ്ടിടത്തും ഈ ജയിച്ചു വരുന്ന രാജാവിനെ ജനങ്ങൾ വിളിക്കുന്നത് ഹോസാന എന്നാണ്. അതായത് നാഥ ഞങ്ങളെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ അധരങ്ങളിലും ഉയരേണ്ട ഒരു പ്രാർത്ഥന ഇതാണ്: നാഥ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടത്? ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രിസ്തുനാഥൻ ഈ ഭൂമിജാതനായി.
സർവ്വജാതനെയും ഭൂമിയിൽ ജാതനായെങ്കിലും അവൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു. അവൻ നിങ്ങൾക്ക് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങി. അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ നിങ്ങൾക്ക് വേണ്ടി ഉയർത്തു. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നാഥാ ഞങ്ങളെ രക്ഷിക്കേണ്ടത്. നമുക്കൊരു ക്രിസ്തുനാഥനുണ്ട് എന്നുള്ള വലിയ പാഠമാണ് ഈ ഓശാന നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കൊരു നാഥനും രക്ഷകനും ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം ഇപ്രകാരം പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് മറ്റൊരു നാമമില്ല. അതെന്ത് നാമമാണ്? യേശുനാമം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കുന്ന ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അതുപോലെ തന്നെ ഈ യൂദാസ് മക്കീബിയൂസ് പഴയ നിയമത്തില് ഈ യുദ്ധം ജയിച്ചതിന് ശേഷം അവന്റെ രാജകീയമായ പ്രവേശനത്തിന് ശേഷം അവൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേവാലയം വിശുദ്ധീകരിക്കുകയായിരുന്നു. പഴയ നിയമത്തില് സിയൂസ് ദേവന്റെ പ്രതിമകൾ തകർത്ത് പരിശുദ്ധമായ ബലി അർപ്പിച്ച് ദേവാലയത്തെ ഈ മക്കാബിയൂസ് ശുദ്ധീകരിച്ചതുപോലെ ഈ യെരുശലേം ദേവാലയത്തിലേക്കുള്ള യേശു തമ്പുരാന്റെ രാജകീയമായ പ്രവേശനത്തിന് ശേഷം യേശു ചെയ്യുന്ന സംഭവം എന്താണ്? ബൈബിളില് ഓശാനയ്ക്ക് ശേഷം നെക്സ്റ്റ് ദൈവം എങ്ങോട്ടാ പോയത്? റോഡ് ഷോ ആയിരുന്നു ദൈവത്തിന്റെ. യേശു തമ്പുരാന്റെ റോഡ് ഷോ ആയിരുന്നു. യേശു തമ്പുരാൻ എങ്ങോട്ടാ പോയത്? ബൈബിളിൽ തുടർന്ന് കാണുന്നു, യേശു തമ്പുരാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ കച്ചവടം ചെയ്തിരുന്നവരെയും അതുപോലെ തന്നെ നാണയമണ്ടക്കാരെയും അതുപോലെ തന്നെ പ്ലാവുകളെ വിറ്റിരുന്നവരെയും അടിച്ച് ഓടിക്കുകയാണ്. ഒരു ദേവാലയ വിശുദ്ധീകരണമാണ് യേശു തമ്പുരാന് ഇതിനു ശേഷം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, യേശു തമ്പുരാന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബൈബിളിലെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. അതല്ല ഒരു പ്രീ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മുടെ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തില് പെസഹായുടെ തിരുനാളിന് 4 ദിവസം മുൻപായിരുന്നു പെസഹ കുഞ്ഞാടിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി പുരോഹിതനെ കാണിക്കേണ്ടത്. അത് മനസ്സിലാവുന്നുണ്ടോ? അതായത് പഴയ നിയമത്തില് പെസഹ കുഞ്ഞാടിനെ എപ്പോഴായിരുന്നു ദേവാലയത്തിൽ കൊണ്ടുപോകേണ്ടത്? പെസഹായിക്ക് 4 ദിവസം മുൻപ്. അന്ന് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ പുരോഹിതൻ പറയും, എന്ത്, ഇത് പെസഹായിക്ക് കൊള്ളാവുന്ന ആളാണോ, ഇതിനെ പെസഹായിക്ക് ബലി അർപ്പിക്കാൻ പറ്റുമോ എന്ന്. അതേ രീതി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഓശാനയ്ക്ക് ശേഷം 4 ദിവസങ്ങൾ കഴിയുമ്പോൾ യേശു തമ്പുരാനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് രാജാവിന്റെ മുൻപില് അവർ വിധി എഴുതുകയാണ്. യേശു തമ്പുരാൻ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്, ഞാനാണ് പെസഹ കുഞ്ഞാട്. ആരാണ് പെസഹ കുഞ്ഞാട്? യേശു തമ്പുരാനാണ് പെസഹ കുഞ്ഞാട്. ഇതൊരു സൂചനയാണ്. യേശു ചെയ്തത് ബൈബിളിൽ ഉള്ളതെല്ലാം ഇങ്ങനെ യേശു തമ്പുരാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഒരു കഴുതയെ വിളിക്കും, നമുക്കാണെങ്കിൽ പോയി ചെന്നൊന്ന് കറങ്ങിയിട്ട് വരാം. ഇതെല്ലാം തമ്പുരാന്റെ ഈ ഒരു വലിയ പദ്ധതിയായിരുന്നു. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായിരുന്നു പ്രിയപ്പെട്ടവർ ഇവിടെ നടക്കുന്നത്. ഇനി പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ വ്യത്യാസം. നമ്മൾ കഥയാണ്, കഥ മറക്കല്ലേ. ആരുടെ കഥയാണ്? പഴയ നിയമത്തിലെ യൂദാസ് മക്കേബിയൂസ്. ഉറങ്ങിപ്പോകും. യൂദാസ് മക്കേബിയൂസിന്റെ കഥ നടക്കുകയാണ്. ആ കഥയും പുതിയ നിയമത്തിലെ കഥയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ പഴയ നിയമത്തില് വിജയശ്രീലാളിതനായ രാജാവ് കുതിരയുടെ പുറത്താണ് വരുന്നതെങ്കിൽ പുതിയ നിയമത്തിലെ രാജാവ് എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ വരുന്നേ? കഴുതയുടെ പുറത്താണ്. ഒരു തമാശ നമ്മൾ പറയാം. പണ്ടൊരിക്കലും ഒരു ഷമ്മാശൻ ഇപ്രകാരം പ്രസംഗിക്കുകയായിരുന്നു, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓശാനയാണ്, ഇവിടെ കുരുത്തോലയുണ്ട്, ഇവിടെ പൂക്കളുണ്ട്, തമ്പുരാന്റെ സാന്നിധ്യമായി വിശുദ്ധ കുർബാനയുണ്ട്, കഴുത എവിടെ? ഇപ്പൊ ഫ്രണ്ടിൽ ഒരു കൊച്ചു പറഞ്ഞു നോക്കുന്നു പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ നിങ്ങളാണെങ്കിൽ ചിന്തിക്കരുത്, ഓശാനയാണ്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, കഴുത എന്തിനു ചുറ്റുപാടാണ് നിന്ന് പ്രസംഗിക്കുന്നെന്ന് പറയരുത്. അപ്പോൾ കഴുതയുടെ പുറത്താണ് ആര് വരുന്നത്? ഈ രാജാവ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മുഴുവൻ പഴയ നിയമ സൂചനയുടെ പൂർത്തീകരണമാണ്.
പ്രവാചകന്മാർ എന്താണോ പഴയ നിയമത്തിൽ പ്രവചിച്ചത് അതിന്റെ പൂർത്തീകരണമാണ് ഇവിടെ ഈ പുതിയ നിയമത്തിൽ കാണുന്നത്. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. സഖറിയായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം. സീയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു. സഖറിയായുടെ പ്രവചനത്തില് നാം കാണുന്നുണ്ട്. അവിടെ ഇതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷം വരുമ്പോൾ സഖറിയ പ്രവാചകൻ പ്രവചിക്കുന്നതാണ്, ഇതാ സീയോൻ പുത്രി നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു. അതുപോലെ തന്നെ 1 രാജാക്കന്മാർ 1:32 മുതൽ 40 വരെയുള്ള വാക്യങ്ങളില് സോളമൻ രാജാവിനെ അഭിഷേകം ചെയ്യുന്നത് ഒരു കഴുതയുടെ പുറത്താണെന്നും അപ്രകാരമുള്ള ഒരു അഭിഷേകം നടക്കുന്നത് ഈ കഴുതയുടെ സാന്നിധ്യമാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മെസ്സിഹായാകുന്ന ഒരു രാജാവിനെ കുറിച്ചാണ്. മെസ്സിഹായാകുന്ന ഒരു രാജാവിന്റെ സൂചനയാണ് പ്രിയപ്പെട്ടവരെ ഈ ഓശാന നാളില് ഈ കഴുതപ്പുറത്ത് വരുമ്പോൾ ഈശ്വരൻ നമ്മളോട് പറയുന്നു വെക്കുന്നത്. വരാനിരിക്കുന്ന രക്ഷകൻ മറ്റാരുമല്ല, അത് യേശുനാഥൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കഴുതയെക്കുറിച്ച് കുറെ കേൾക്കാം. ഈ കഴുതയെക്കുറിച്ച് മറ്റൊരു പാരമ്പര്യപ്രകാരമാണുള്ളത്. പൗരസ്ത്യ ദേശത്തെ യുദ്ധങ്ങൾ ഉണ്ടാകും. ഈ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ജയിക്കുന്ന രാജാവ് കുതിരയുടെ പുറത്താണ് വരുന്നത്. പക്ഷേ ഈ രാജാവ് കഴുതയുടെ പുറത്ത് വന്നാല് അതൊരു സൂചനയാണ്. എന്താണ്? അതായത് നിങ്ങളെ ഞാൻ തോൽപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. നിങ്ങളെ ഞാൻ തോൽപ്പിച്ചു, പക്ഷേ നിങ്ങളെ ദ്രോഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ദ്രോഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് എന്താ ഈ കഴുതപ്പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ കഴുതയുടെ പുറത്ത് കയറി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണാൻ പോവുകയും അവർ സംസാരിച്ച് ഒരു ഉടമ്പടിയിൽ എത്തുകയും ചെയ്യുന്നതിന്റെ അടയാളവുമാണ് ഈ കഴുതപ്പുറത്ത് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതുപോലെ യേശു തമ്പുരാൻ കുതിരയെ നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ കുതിരയ്ക്ക് വാളുകൾ മുണ്ടിയിട്ടല്ല യേശു തമ്പുരാൻ കുതിരയെ എടുക്കാഞ്ഞത്. പിന്നെയോ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. ഈ ഓശാനയിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇതാണ്: നമുക്കൊരു രക്ഷകനുണ്ട്, നമുക്ക് ഒരു രാജാവുണ്ട്. ആ രാജാവാണ് നമ്മുടെ യേശുനാഥൻ. ആ രാജാവാണ് യേശുനാഥൻ. ഈ രാജാവ് ജനങ്ങളെ കീഴ്പ്പെടുത്തിയത് വാളാലോ യുദ്ധത്താലോ അല്ല, പിന്നെയോ സമാധാനത്താലാണ്. സമാധാനത്താലാണ് ഈ രാജാവ് നമ്മെ കീഴ്പ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യേശു തമ്പുരാൻ പെസഹ കുഞ്ഞാടാണ്, യേശു തമ്പുരാൻ രാജാവാണ്. മറ്റൊന്ന്, യേശു തമ്പുരാൻ സമാധാന രാജാവാണ്. ഞാൻ അവസാനം ചോദിക്കും കേട്ടോ, യേശു തമ്പുരാൻ സമാധാന രാജാവാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഈ ഒരു സുവിശേഷത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്. എന്താണ് ഈ ഓശാനയുടെ അന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു സന്ദേശം? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഒന്നും ഒരു പദ്ധതി പ്രകാരം അല്ലാതെയല്ല, പിന്നെയോ എല്ലാത്തിനും ഒരു നിശ്ചയമുണ്ട്. ദൈവത്തിന്റെ ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പെസഹ ഒരുക്കണം എന്ന് പറയുമ്പോൾ അതിന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എവിടെ ഒരുക്കണം? ആ സമയത്ത് പറയുന്ന ഒരു സൂചന ഇപ്രകാരമാണ്. എന്തോ ഒരു സൂചന? നിങ്ങൾ കഴിഞ്ഞ 2.5 മണിക്കൂർ എല്ലാം മനസ്സിലാക്കുന്നത് എന്തുവാ സൂചന? എന്തുവാ? ഓശാനയുടെ സമയത്ത് ഒരു പുരുഷൻ എങ്ങനെ വരായിരുന്നു? നിങ്ങൾ ചെല്ലുക, അവിടെ ഒരു മനുഷ്യനെ കാണും, അവിടെ ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും. അപ്പോൾ ഈ ഒരു സൂചന എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി തമ്പുരാന്റെ നിശ്ചയപ്രകാരം വന്നത്. അതുപോലെ തന്നെ പെസഹ തിരുനാളിന് യേശു തമ്പുരാൻ മാളിക അന്വേഷിച്ചു പോകുമ്പോൾ യേശു തമ്പുരാനാണെങ്കിൽ അവിടെ പറയുന്ന ഒരു അടയാളം എന്തായിരുന്നു? പെസഹയെ ചിന്തിക്കാം. എന്തായിരുന്നു? ഒരു പുരുഷൻ ഒരു കുടം വെള്ളവുമായി വരും, അവരോട് ചോദിക്കണം യേശു തമ്പുരാന് പെസഹ ആചരിക്കേണ്ടത് എവിടെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു യഹൂദ പശ്ചാത്തലത്തില് ഈ പുരുഷന്മാര് ജോലി ചെയ്യുന്നത് വളരെ പ്രയാസമായിരുന്നു.
ഇപ്രകാരം ഒരു പുരുഷൻ ജോലി ചെയ്യുന്നത് ഇപ്രകാരം ശിഷ്യന്മാർ കാണണമെന്നുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ മുൻകൂട്ടിയുള്ള പ്രിപ്പറേഷനാണ്. ഒരു പുരുഷൻ ഗുണവുമായിട്ട് സ്ത്രീകൾ ഗുണമായിട്ട് വരുന്നത് അവിടെ സർവ്വസാധാരണമാണ്. പക്ഷെ ഒരു പുരുഷൻ ഗുണവുമായി വരുന്നത് പറയുമ്പോൾ അത് തമ്പുരാന്റെ ഒരു നിശ്ചയമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തില് ഒരു നിശ്ചയം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തമ്പുരാന് ഒരു വലിയ പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതി പ്രകാരം ദൈവം നിങ്ങളെ നയിച്ചോളൂ. ആ പദ്ധതി പ്രകാരം ദൈവം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. അവിടെ വേണ്ടത് ഇസ്രായേൽ സമൂഹത്തിനുണ്ടായിരുന്ന ഒരു മനോഭാവമാണ്. ഇസ്രായേൽ സമൂഹം അല്ലെങ്കിൽ യഹൂദജനം ഓശാനയുടെ നാളിൽ എന്തോ ചെയ്യുന്നത്? അവിടെ വസ്ത്രങ്ങളാണ് വഴിയിൽ വിരിക്കുന്നത്. വസ്ത്രങ്ങളാണ് വഴിയിൽ വിരിക്കുന്നത്. അതെന്തിന്റെ സൂചനയാണെന്ന് അറിയാമോ? തനിക്ക് ഉള്ളതിന്റെ തന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ് വസ്ത്രം എന്ന് പറയുന്നത്. ആ വസ്ത്രം ഈ ഒരു നിലത്തിലിരിക്കുമ്പോൾ അവർ പറയുന്നത്, എന്റെ ദൈവമേ, എന്റെ ജീവിതം എനിക്കുള്ളതല്ല, എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ആഴ്ചയിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്റെ ദൈവമേ, എനിക്കുണ്ടായിരുന്നതെല്ലാം നിന്റെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ആശയപ്രകാരമാണ് പറയുന്നത്, യേശുദമ്പുരാൻ രാജാവായിരുന്നു, ഈ സർവചരാചരങ്ങളെ സൃഷ്ടിച്ചവനായിരുന്നു. ആ ദൈവം ഒരു കഴുതയുടെ പുറത്ത് എളിയവനായി വരണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് ഒരു എളിമയോടെ ആയിരിക്കണം. ഒരു എളിയവന്റെ മനസ്സോടുകൂടി ആയിരിക്കണം നിങ്ങൾ ഈ ആഴ്ചയിലേക്ക് പ്രവേശിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ചയെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ചയെ മനസ്സുകൊണ്ട് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. ആഴ്ചയ്ക്ക് പല നിബന്ധനകളുണ്ട്. സഭ പറയുന്നത് മീൻ കൂട്ടരുത്, മുട്ട കൂട്ടരുത്, മാംസം കൂട്ടരുത്, ദുഃഖ വെള്ളിയാഴ്ച പാല് കൂട്ടരുത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇതിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ പറയും, എന്തൊരു തോന്നിവാസമാണ് പറയുന്നത്, ഈ ചൂട് സമയത്ത് അല്പം ആരോഗ്യം വേണ്ടതല്ലേ, ഞങ്ങൾക്ക് അല്പം ആരോഗ്യം നല്ലതല്ലേ എന്നൊക്കെ ചിന്തിച്ചാല് നമുക്ക് ഈ സഭയുടേതായ ചിന്തങ്ങളോട് ചേർന്നിരിക്കാൻ പറ്റത്തില്ല. ദുഃഖ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഒരു ഉച്ച 2-3 മണി വരെ ഈ ദേവാലയത്തിൽ പട്ടിണി ഇരിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായ മനസ്സോടുകൂടി അല്ലെങ്കിൽ ഈ ചുറ്റും അച്ഛനെ പ്രാകുന്നതല്ലാതെ മുന്നോട്ട് ആഴ്ചയുടെ അല്ലെങ്കിൽ ദുഃഖവെള്ളിയുടെ ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഒരു എളിയ മനസ്സോടുകൂടി, ഒരു സ്വീകരണ മനോഭാവത്തോടുകൂടി എല്ലാത്തിനെയും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ആരൊക്കെയാണെന്ന ഭാവത്തോടുകൂടി ഈ ആഴ്ചയിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ആഴ്ച പർവ്വത്താവുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്, ഓശാന, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. നമ്മെ രക്ഷിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു നാഥൻ നമുക്കുണ്ട്. ആ നാഥനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചത്, തമ്പുരാന്റെ ഒരു നിശ്ചയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയോടെ താഴ്ന്നു വണങ്ങി നമ്മെ തന്നെ സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതേപോലെ തന്നെ ലോകരക്ഷകനായ യേശു തമ്പുരാന് എല്ലാ തരത്തിലും രാജാവായിരുന്നിട്ടും ഒരു എളിയവനെ പോലെ കഴുതയുടെ പുറത്ത് വന്നെങ്കിൽ ആ ഒരു മനോഭാവം ഈ ആഴ്ച, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മെ ഭരിക്കട്ടെ.